ആ ഒരു സപ്പോർട്ടിന്റെ പുറത്താണ് നമ്മൾ രാത്രിന്നോ പകലിന്നോ ഇല്ലാണ്ട് പ്രിപ്പയർ ചെയ്ത് കാണാൻ എക്സാം എഴുതാൻ പറ്റിയത്. പക്ഷെ അതൊക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയത് ഈ JRF ക്ലബ് ഉള്ളതുകൊണ്ടാണ്. നെറ്റ് നേടിയെടുക്കണം എന്നുള്ളത് അതിന് എന്നെ സഹായിച്ചത് ഐഫറാണ്. എല്ലാവരുടെയും ആവശ്യമായിരുന്നു ഞാൻ നെറ്റ് നേടിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഹായ്, എൻ്റെ പേര് ജസീല. ഞാൻ മലപ്പുറം സ്വദേശി തന്നെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ജൂൺ എക്സാമിലാണ് നെറ്റ് ക്വാളിഫൈഡ് ആയത്. എൻ്റെ ഒരു 5th അറ്റംപ്റ്റ് ആയിരുന്നു ഈ നെറ്റ് എക്സാം എന്ന് പറയുന്നത്. ആദ്യത്തെ 2 പ്രാവശ്യവും ഞാൻ PG പഠിക്കുമ്പോഴാണ് എഴുതിയത്. 2 പ്രാവശ്യം ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്യുന്നു, പോയി എഴുതുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒന്നുമില്ല. നോ പ്രിപ്പറേഷൻ, 0 പ്രിപ്പറേഷൻ, ഒന്നും നോക്കൂല. നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. പക്ഷെ ആ സമയമാകുമ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്യൂല, നമ്മൾ വെറുതെ പോയി എഴുതും. പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഒരു മാർക്ക് ഉണ്ടായിരുന്നു. നമ്മള് 0 പ്രിപ്പറേഷൻ ആകുമ്പോൾ തീരെ മാർക്ക് കുറവാന്ന് വിചാരിക്കുമല്ലോ, അപ്പൊ അതിലേറെ കുറച്ചൊരു മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് നമ്മൾ അടുത്ത എക്സാം എഴുതുന്നത്. അങ്ങനെ 2ാമത്തെ എക്സാം എഴുതി 0 പ്രിപ്പറേഷൻ, അത്യാവശ്യം മാർക്ക് ഉണ്ട്. പക്ഷെ കട്ട് ഓഫിന് കുറച്ച് താഴെയായിട്ട്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ലൊരു മാർക്ക് തോന്നി, അങ്ങനെ ഒരു മാർക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാം. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ഞാൻ അപ്പോ ജോയിൻ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷന്റെ പുറത്ത് പിന്നെ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ കാണുന്ന വീഡിയോസ്, ഐഫറിന്റെ യൂട്യൂബിലുള്ള വീഡിയോസ് ഒക്കെ വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തു. അപ്പൊ PhD വന്നത് ജസ്റ്റ് 4 മാർക്കിനാണ് ആ സമയത്താണ് എനിക്ക് നെറ്റ് പോയത്. അപ്പൊ പിന്നെ പിറ്റത്തെ പ്രാവശ്യം ഞാൻ എഴുതി. ആ സമയത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം അപ്പോഴും PhD വന്നു, പക്ഷെ വിചാരിച്ചത്ര മാർക്ക് വന്നില്ല. അങ്ങനെ ഫൈനലി ഞാൻ വിചാരിച്ചു 5th അറ്റംപ്റ്റ് എനിക്ക് എന്തായാലും അത് കിട്ടണം എന്നുള്ളൊരു വാശിയായിരുന്നു. അപ്പൊ അതിന്റെ പുറത്ത് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ കുറെ മുന്നേ ഐഫറിനെ കുറിച്ച് അറിയാം നമുക്ക്. പിന്നെ ജോയിൻ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. എനിക്കിപ്പോ തോന്നുന്നത് കുറച്ചുകൂടി മുന്നേ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര അറ്റംപ്റ്റ് വരില്ലായിരുന്നു എന്നുള്ളതാണ്. അത്രയും അടിപൊളി ക്ലാസ് ആയിരുന്നു. പിന്നെ അനീസർ ആണെങ്കിലും ഇപ്പൊ ഞാൻ സൈക്കോളജിയാണ് സബ്ജക്ട്. അപ്പൊ ആദില മാം ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആ ഒരു സപ്പോർട്ടിന്റെ പുറത്താണ് നമ്മൾ രാത്രിന്നോ പകലിന്നോ ഇല്ലാണ്ട് പ്രിപ്പയർ ചെയ്ത് കാണാൻ എക്സാം എഴുതാൻ പറ്റിയത്. അങ്ങനെ പിന്നെ JRF ക്ലബ്ബ് അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കിനും ചില പോർഷൻസ് ഞാൻ ക്ലാസ് കേട്ട് തീരാത്ത പോർഷൻസ് വരെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയത് ഈ JRF ക്ലബ്ബ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഐഫറിൻ ഡേയ്സും 100 ഡേയ്സ് ടാസ്കും ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ ഒക്കെ ഒരു യൂസ്ഫുൾനെസ് കൊണ്ട് മാത്രമാണ് എനിക്ക് നെറ്റ് നേടാൻ പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ ആപ്പ്, ഐഫറിന്റെ ആപ്പ് നമ്മൾ ഏത് സമയത്തും ഇപ്പോ ആ സമയത്തൊക്കെ രാത്രി ആകുമ്പോൾ കിടക്കാൻ സമയത്ത് ആ കിടക്കുന്ന സമയം ഉറങ്ങുന്ന വരെയുള്ള സമയം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഐഫറിന്റെ ക്ലാസ്, യൂട്യൂബിലുള്ള ഏതെങ്കിലും ക്ലാസ് ചിലപ്പോൾ നമ്മൾ പഠിച്ച ഏരിയന്റെ കാരണം, പക്ഷെ ഒരു പ്രാവശ്യം കൂടി ഞാൻ അത് ഓൺ ആക്കിയിടും. ഇപ്പൊ സത്യം പറഞ്ഞാല് ആ ഒരു ക്ലാസ് ഇല്ലാണ്ട് ഉറങ്ങാൻ വയ്യ എന്നുള്ള പോലത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തിക്കണം. അതൊരു ശീലമായി പോയിരുന്നു. പിന്നെ അങ്ങനെയായിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ചെയ്ത ക്ലാസ്സുകളൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഐഫറിനോട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നെറ്റ് എന്നൊക്കെയുള്ളത് ഭയങ്കര സ്വപ്നമായിരുന്നു, എന്തായാലും നേടിയെടുക്കണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇനി ടീച്ചിങ്ങിലേക്ക് ഇറങ്ങുമോ അതോ തെറാപ്പി അങ്ങനെ പോകുമോ അതൊന്നും എനിക്ക് ഉറപ്പല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വാശിയായിരുന്നു എന്തായാലും നെറ്റ് നേടിയെടുക്കണം എന്നുള്ളത്. അതിന് എന്നെ സഹായിച്ചത് ഐഫറാണ്. അപ്പൊ എനിക്ക് എന്റെ കൂടെ A to Z കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കട്ട സപ്പോർട്ടായി തന്ന 2 പേരുള്ളത്. എല്ലാവരും സപ്പോർട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചൊന്നും പറയാതിരിക്കുക എന്നുള്ളതും ഒരു സപ്പോർട്ടാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത 2 ആൾക്കാരാണ് എന്റെ മോളും എന്റെ ഹസ്ബൻഡും. മോള് എന്ന് പറഞ്ഞാല് 5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോ ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയാനുള്ള സമയമൊന്നും ആയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും വൈകുന്നേരമായി ഞാൻ പുസ്തകം എടുത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഓള് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടൂല. അതായത് ഇന്നിന് വല്ല ഡിമാൻഡ്സ് ഒന്നും വെക്കൂല. ഉമ്മച്ചി പഠിക്കുകയാണ്, ഒന്ന പഠിക്കുകയാണ്. അതേപോലെ ആ സമയത്ത് ഓള ആവശ്യങ്ങളൊന്നും വല്ലാണ്ട് പറയില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാള് എന്റെ മോളും ഹസ്ബൻഡ് നാട്ടിലില്ല, അപ്പൊ പുറത്താണ്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ രാത്രി നമ്മൾ ലേറ്റ് നൈറ്റ് ഒരുപാട് സമയം വരെ 1 മണി 2 മണി വരെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളാണെങ്കിൽ കുറെ സമയം കഴിയുമ്പോൾ നമുക്കൊരു ബേൺ ഔട്ട് വരുമല്ലോ. അതായത് ഇതിങ്ങനെ എക്സാമിന്റെ ടെൻഷനും എക്സാം എടുത്ത സമയത്തൊക്കെ എക്സാമിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഭയങ്കര ബേൺ ആയിരുന്ന സമയത്ത് മൂപ്പരൊന്ന് വിളിക്കും. മൂപ്പര് എന്ത് തിരക്കാണെങ്കിലും ആ സമയത്തൊന്ന് ഫോൺ എടുക്കും. കാരണം മൂപ്പർക്ക് അറിയാം എനിക്കൊരു 5 മിനിറ്റ് കിട്ടിയാൽ മതി, എനിക്ക് റിലാക്സ് ആവാൻ വേണ്ടി വിളിക്കണം. അപ്പൊ 5 മിനിറ്റ് സംസാരിക്കും വെക്കും. അപ്പൊ അത് മൂപ്പര് അടുത്തില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് മൂപ്പരും മോളും തന്നെയാണ്. പിന്നെ ഫാമിലി എല്ലാവരും തന്നെ, എല്ലാവർക്കും ഈ എക്സാം ആയപ്പോൾ എല്ലാവരുടെയും ആവശ്യമായിരുന്നു ഞാൻ നെറ്റ് നേടിയെടുക്കുക എന്നുള്ളത്. അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഐഫറിന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറെ ഫ്രണ്ട്സ് നമ്മള് നെറ്റ് കിട്ടിയെന്ന് കഴിഞ്ഞ് പോസ്റ്റർ വരുമ്പോ പലരും ചോദിച്ചു എങ്ങനെയാ പ്രിപ്പയർ ചെയ്ത്. അപ്പൊ ഞാന് ഭയങ്കര ഒരു
പ്രൗഡായിട്ട് പറയാണ്, ഒന്ന് രണ്ട് പേർക്ക് ഞാൻ സജസ്റ്റ് ചെയ്തു. അവര് എന്റെ റെക്കമെൻഡേഷൻ ത്രൂ അല്ലെങ്കിൽ എന്റെ ഇത് ത്രൂ എയ്ഫറിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് എനിക്ക് പ്രൈവറ്റ് മൊമെന്റ് ആണ്.